അപ്പോൾ ഗൈസ് നമുക്ക് ഒരു മെക്കാനിക്കൽ കമ്പോണൻറ്റ് നമുക്ക് വരയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് നമുക്ക് രണ്ട് രീതിയിലുണ്ട്. പ്രൊട്ടക്റ്റഡ് ടൈപ്പും ഉണ്ട്, അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയത് പ്രൊട്ടക്റ്റഡ് ടൈപ്പാണ്, കാരണം ഡയമെൻഷൻ ഉള്ളത് കിട്ടിയത് കേട്ടോ. മറ്റേന്ന് പറഞ്ഞാൽ 2D 3.5D. അപ്പോൾ ഇപ്പോൾ കാൽക്കുലേറ്റർ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഡയറക്റ്റ് ഡയമെൻഷൻ ഉള്ള ഒരു സംഭവം എടുത്തു. ഇതിൽ മുഴുവൻ വരയ്ക്കുന്നില്ല, എല്ലാം സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് മെയിനായിട്ടുള്ള കമ്പോണൻസുകൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. നമ്മുടെ രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ, പറഞ്ഞാൽ രണ്ട് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ രണ്ട് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റുകളെ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നൊരു ഷാഫ്റ്റ് എനിക്ക് കണക്ട് ചെയ്യണം അതിൽ. അപ്പോൾ എനിക്ക് ഈ കപ്ലിങ്സ് വെച്ചിട്ട് എനിക്ക് ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ആ റൊട്ടേറ്റ് കമ്പോണൻറ്റിനെ അടുത്ത ഷാഫ്റ്റിലേക്കും ഡയറക്റ്റ് നമുക്കൊരു ഇൻക്ലൈൻഡോ ഒന്നുമല്ല സ്ട്രെയിറ്റ് ലൈനിൽ മോഷൻ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക്, അല്ലെങ്കിൽ അതിനെ ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇതിൽ അപ്പോൾ ജസ്റ്റ് നമുക്ക് വരയ്ക്കാനുള്ള ഫിഗേഴ്സാണ്. അപ്പോൾ 3D ഇതിലാണ് നമ്മൾ വരയ്ക്കേണ്ട. ആ ഫിഗർ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമുക്ക് എത്ര കമ്പോണൻസ് വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഏരിയ ഫ്ലാഞ്ച് ആണ്. ഞാൻ ഈ ഒരു 21 mm ചിലപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യും, ഞാൻ ഡയറക്റ്റ് നേരെ വരയ്ക്കും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഫ്ലാഞ്ച് എന്ന് പറയുന്നത് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. മെയില് ഈ ഒരു ഭാഗമുള്ളത്, മീൻസ് മെയിൽ ഇത്, ഫീമെയിൽ ഇത്. ദെൻ നട്ട് ഇവിടെ ഉണ്ട്, നമുക്ക് നട്ട് ആൻഡ് ബോൾസ് ഉണ്ട്, കീസ് ഉണ്ട്. പിന്നെ ഷാഫ്റ്റ് ഉണ്ട്. ഷാഫ്റ്റ് നമുക്ക് ചുമ്മാ 50 mm അല്ലേ. ഓക്കെ, 50 mm ഡയമീറ്ററിന് നമുക്ക് ഷാഫ്റ്റിന് ഇത്ര ലെങ്ത് വേണം അങ്ങനെയൊന്നുമില്ല, നമുക്കൊരു സുമാറ് ലെങ്ത്തിന് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഫ്ലാഞ്ചാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ തരുമ്പോൾ നമ്മളിത് എങ്ങനെ വരയ്ക്കണം, എന്താണ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതാണ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാവുക, ഏത് രീതിയിലാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങളോട് നോക്കി. ഇതാണ് അതിൻ്റെ ഈ നമ്മുടെ എക്സ്പ്ലോഡഡ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലാഞ്ച് രണ്ടെണ്ണം, ഈ രണ്ട് ഫ്ലാഞ്ച് നമ്മൾ വരയ്ക്കണം. ഇനി നമ്മൾ ഈ അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ആണെങ്കിൽ ഒരു ഫ്ലാഞ്ച് വരച്ചാൽ മതി, നമുക്ക് ഇന്നൊന്നും കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കത് അസംബിൾ ചെയ്യാം. ഞാൻ അതുകൊണ്ടാണ് ആ രീതിയിലായിരിക്കും ഞാൻ വരയ്ക്കുന്നുണ്ടാവുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് വരയ്ക്കാൻ മനസ്സിലാക്കിയാൽ മതിയല്ലോ, പിന്നെ നിങ്ങൾ വരച്ച് നോക്കുമ്പോൾ ആ രീതിയിൽ നിങ്ങൾ വരച്ചോളൂ എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, കീ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, ഷാഫ്റ്റ് ഉണ്ട്, നെറ്റ്, ബോൾട്ട് എന്നുള്ള കേസുകളെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കമ്പോണൻസുകൾ വരച്ച് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇത് റൊട്ടേറ്ററി കമ്പോണൻ്റ് ആണ്. നമുക്ക് എക്സ്ട്രൂഡ് വഴിയും നമുക്കിത് ചെയ്യാം. എക്സ്ട്രൂഡ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു ഭാഗം ഉണ്ടാക്കുക, പിന്നെ ഈ ഒരു പോർഷൻ ഉണ്ടാക്കുക, പിന്നെ ഈ പ്രൊജക്റ്റഡ് പോർഷൻ ഉണ്ടാക്കാം. അങ്ങനെ എക്സ്ട്രൂഡ് വഴി ഉണ്ടാക്കാം. പക്ഷേ നമുക്ക് ഫിഗർ തരുമ്പോൾ തന്നെ ഹാച്ച്ഡ് ആയിട്ട് ഇവിടെ ഇത് ഹാച്ചിങ് അല്ലേ, നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ. ഈ ഹാച്ചിങ് ആയിട്ട് തന്നെ സംഭവം തന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു പോർഷൻ വരച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിനെ നമുക്ക് ഈ ആക്സിസ് ഓഫ് റെവല്യൂഷനിൽ റിവോൾവ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വേഗം വരച്ചെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാനത് വരച്ച് കാണിച്ചു തരാം. ഞാൻ റിവോൾവ് ടൂളാണ് എടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഫ്രണ്ട് പ്ലെയിൻ എടുക്കുകയാണ്. ഓക്കെ, ഫ്രണ്ട് പ്ലെയിൻ എടുത്തിട്ട് നമ്മൾ സെൻറ്റർ ലൈൻ ഞാൻ വരയ്ക്കുന്നു, കാരണം റിവോൾവ് ചെയ്യേണ്ട ഏരിയ സെൻറ്റർ ലൈൻ ഞാനിവിടെ വരയ്ക്കുന്നു. ജസ്റ്റ് ഇവിടെ നിന്നൊരു സെൻറ്റർ ലൈൻ ഞാൻ പിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ ടൂൾ എടുക്കുകയാണ്. ലൈൻ ടൂൾ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് എത്രയാണ്, 80 cm ആണ് അല്ലേ. അപ്പോൾ ഞാൻ ലൈൻ ടൂൾ എടുത്തു, ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 80 വരയ്ക്കാം. ഓക്കെ, ഡയമെൻഷൻ കൈയോടെ ഞാൻ ചെയ്യുകയാണ്. സോഫ്റ്റ്വെയർ സ്ലോ ആണ്. സെക്കൻഡല്ലോ. ഓക്കെ, നമുക്ക് 80 cm ആണ്. സോ ഞാനിതിന് സിമ്മട്രിക് ആക്കുകയാണ്. സിമ്മട്രിക് ആക്കുക എന്ന് പറഞ്ഞാൽ പകുതി ഈ ലൈനിൻ്റെയും പകുതി ആ ലൈനിൻ്റെയും അങ്ങനെ വരുത്തുന്ന രീതിയിൽ. സോ 80 നമുക്ക് 40 എന്ന് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം. ഞാനൊരു ഇതിന് വേണ്ടി കൺവീനിയൻസിന് വേണ്ടി ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്തേ ഉള്ളൂ. ഇനി
ഈ ലൈൻ എന്ന് പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ ആ ഷാഫ്റ്റിനുള്ള ഒരു ഏരിയ നമ്മളിവിടെ കൊടുക്കണം, സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഇത് നമ്മൾ റിവോൾവ് ചെയ്ത് വരുമ്പോൾ ഒരു ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ ഇവിടെ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 50 mm എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സെൻറ്ററാണ്, ഞാനിവിടെ സെൻട്രലായി വരച്ചിട്ടുണ്ട്. അപ്പോൾ 50യുടെ പകുതി ഇവിടെ കാണിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ 2 ലൈൻസ് പിക്ക് ചെയ്യുന്നു, ഇതിൽ ഞാൻ 25 mm കൊണ്ട് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഇനി എനിക്ക് ഇവിടുന്ന് മുകളിലേക്ക് ഡെവലപ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ആ ഡെവലപ്പിനെ നമ്മൾ റിവോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി. ക്ലിയർ ആണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. സ്മാർട്ട് ഡയമെൻഷൻ എന്നുള്ള ടൂളിൽ നിന്ന് എക്സിറ്റ് ചെയ്യണു ഞാൻ. ഓക്കെ. ദെൻ ലൈൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ലൈൻ ടൂൾ ഞാൻ സെലക്ട് ചെയ്യണു. ഇവിടെ നിന്ന് ഈ സൈഡ്, ഇപ്പോൾ ഞാൻ ഈ ഒരു പോയിൻ്റാണ് വരയ്ക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ളൊരു പോയിൻ്റാണ് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഈ പോയിൻ്റ് ജസ്റ്റ് ഇതിങ്ങനെ ഒരു ലൈന് ഞാൻ വരയ്ക്കുന്നു. ദെൻ ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നു ഈ ഒരു ഭാഗത്തേക്ക്, കാരണം ഇത് ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് കയറി ഇങ്ങോട്ടേക്കാണ്. നമുക്ക് ലാസ്റ്റ് ഡയമെൻഷൻ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നൊരു പിക്ക് ചെയ്തു, ഇവിടെ നിന്നൊരു ലൈൻ പിക്ക് ചെയ്തു, ഇവിടെ നിന്നൊരു ലൈന് ജസ്റ്റ് ഞാൻ പിക്ക് ചെയ്തു. ഞാൻ ഇത്ര മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയ എനിക്ക് ഡയമെൻഷൻ ചെയ്യണം. അപ്പോൾ ഡയമെൻഷൻ ചെയ്യാൻ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു പോയിന്റിൽ നിന്ന് ടോട്ടൽ 100 ആണ്. അപ്പോൾ സെൻട്രൽ നിന്ന് ഇങ്ങോട്ടേക്ക് 50 ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ലൈനും ഇവിടെയുള്ള നമ്മുടെ ഈ സെൻറ്ററും പിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 50 mm ആണ്, കാരണം 100/2 50 mm ആണ്. ക്ലിയർ ആയില്ലേ? ഇനി എനിക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ടോട്ടൽ ലൈൻ എന്ന് പറയുന്നത് 80 mm എന്നും, ആ 80 mm നിന്ന് ഈ 80ൽ നിന്ന് ഇങ്ങോട്ടേക്ക് 46ഉം, ക്ലിയർ ആയോ? ഇങ്ങോട്ടേക്ക് 46ഉം, ദെൻ അവിടെ നിന്ന് ഈ ലെങ്ത്ത് 21ഉം. അപ്പോൾ 46ൽ നിന്ന് 21 നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിഡ്ത്ത് കിട്ടും. പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്നുള്ള ലൈനും ഇതും തമ്മിലുള്ള ഇതാണ് ഞാൻ പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഡയമെൻഷൻസ് പിക്ക് ചെയ്യാൻ ഇപ്പോൾ ഈ ഒരു ലെങ്ത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ലെങ്ത്ത് അവിടെ വന്നോളും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ സെക്കൻഡ് കേട്ടോ, സോഫ്റ്റ്വെയർ സ്ലോ ആണ്. ഓക്കെ, ഞാൻ വന്ന് ലൈൻ ടൂൾ എടുക്കുന്നു. ഈ ലൈൻ ടൂൾ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് പിക്ക് ചെയ്തത്. ജസ്റ്റ് ഈ ലൈന് ഞാൻ ചുമ്മാ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈൻ വരച്ചിട്ട് ഒരു സെക്കൻഡ് കേട്ടോ, ലൈൻ ഞാൻ വരയ്ക്കുന്നു. ഇനി ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, ഈ ടോട്ടൽ ഡയമെൻഷനിൽ 216, ആ 216ൻ്റെ പകുതിയാണ് ഇവിടെ ഉള്ളത്. ഇത് അങ്ങോട്ട് മുകളിൽ കയറി നിൽക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം ഡയമെൻഷൻ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗം കറക്റ്റ് ചെയ്യാൻ പോവാണ്. ഈ കറക്റ്റ് ചെയ്യാൻ പോകുന്നത് സെൻറ്ററുമായിട്ടാണ് കറക്റ്റ് ചെയ്യണത്. 216/2 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ മുകളിലത്തെ ഏരിയ നമുക്ക് കിട്ടി. ടൂളിൽ നിന്ന് എക്സിറ്റ് ചെയ്യട്ടെ. ഓക്കെ, ടൂളിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയി. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ കിട്ടി. ഇനി ഇവിടുന്ന് ഒരു ലൈനും കൂടെ ഞാനിവിടെ വരയ്ക്കാം. ഓക്കെ, ആ ലൈൻ ഞാൻ വരച്ചു. ഇത് ഞാൻ ഡയമെൻഷൻസിലേക്ക് വരികയാണ്. ഇനി ഈ ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 46 - 21 ആണ്. 46 - 21 ആണ്. 46 - 21 ആണ് വരിക. അത് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളത് നേരത്തെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല. ഒറ്റ സെക്കൻഡ് ഞാൻ കാണിച്ചുതരാം. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് ഈ ലൈനും ഈ ഒരു പോയിന്റിൽ തമ്മിലുള്ള ഇതെന്ന് പറയുന്നത് 46 ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? ഇനി ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. 46 - 21 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒറ്റ സെക്കൻഡ് കേട്ടോ, ഇവിടെ ലോക്കായിട്ടാണ്. ഒറ്റ സെക്കൻഡ്.
ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അസോസിയേറ്റഡ് ഇത് ക്ലിയർ ആയി കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. 46 മൈനസ് 21 ഇല്ല. സെക്കൻഡ് ഈ ലൈൻ അസോസിയേറ്റ് ചെയ്തെടുക്കുന്ന ലൈനെ ഡിലീറ്റ് ചെയ്യണം. ഈ ലൈൻ ഏതിലാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്? ഇതിൽ എവിടെയോ. ഓക്കെ, എന്നാൽ ഇത് വിട്ടോളൂ, ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആക്കാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിൽ പോയി എവിടെയാണ് അത് ലോക്കായിരിക്കുന്നത് എന്നുള്ളത് നോക്കാൻ നമുക്ക് പറ്റും. അത് വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെയുള്ള ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ ലൈനിൻ്റെ എഡ്ജാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ 46 മൈനസ് 21 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഡയമെൻഷൻ കിട്ടുക? 25 ആണ്. ആ 25 നമുക്ക് ഇതിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, 25 ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 25 ആയി. ഇനി ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് മുകളിലേക്ക് കയറി പോയാൽ മതി. അപ്പോൾ ഇനി മുകളിലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ ആ ലൈൻ എടുക്കുന്നു, ആ ലൈൻ ടൂൾ എടുക്കുന്നു, നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, എക്സിറ്റ് ചെയ്യണം, ഡയമെൻഷൻ എടുക്കണം. ഈ ലൈൻ ടൂൾ നമ്മൾ ഈ സെൻറ്ററുമാണ് ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത്. ഈ സെൻറ്റർ നമ്മൾ പിക്ക് ചെയ്തിട്ട് അത് നമുക്ക് എത്രയാണ്? 200. ഇവിടെ 200 ആണ് ടോട്ടൽ. അത് 200 ആണ് നമുക്ക് വരിക. 100 ഇവിടെ നമുക്ക് കറക്റ്റായി. ഇനി നമുക്കൊന്നുമില്ല, ജസ്റ്റ് ഈ ടൂൾ എടുക്കുക, ഇതുവരെ പോവുക, ഇതിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായി. ഇനി നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട് കണ്ടോ, അത് പറഞ്ഞാൽ 75 ആണ് ഇതിൻ്റെ മുകളിലെ എഡ്ജ്. ആ 75 ഇത് നോക്കണ്ട, ഈ 55 നോക്കണ്ട, ഈ 75 നോക്കിയാൽ മതി. ഈ 75 ആണ് എഡ്ജ്. 6 mm മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ആ കട്ട് ചെയ്യണതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ ട്രിം. ഓക്കെ, ഞാനിവിടെ നിന്ന് ഒരു ലൈൻ എടുക്കുന്നു. സോഫ്റ്റ്വെയർ സ്ലോ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്നൊരു ലൈന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വരയ്ക്കണു, ഇവിടെ നിന്നൊരു ലൈൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കണം. ഇനി ഞാൻ ഇതിനെ ഡയമെൻഷൻ ചെയ്യാൻ പോവാണ്. ആ ഡയമെൻഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഞാൻ പിക്ക് ചെയ്യും, ഈ ലൈൻ പിക്ക് ചെയ്യും, ഈ സെൻട്രൽ ലൈൻ ഞാൻ പിക്ക് ചെയ്യും. പിക്ക് ചെയ്തിട്ട് ആ ലൈൻ എന്ന് പറയുന്നത് 75 ആണ് ടോട്ടൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 75/2 ഞാൻ ചെയ്തു. അപ്പോൾ ഇവിടെ കൃത്യമായി. ഇനി എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട. ഇതിനെ നമുക്ക് ഈ ഡയമെൻഷൻ 6 ഓൾറെഡി നമ്മുടെ തന്നിട്ടുണ്ട്. ആ 6 ഞാൻ അവിടെ ചെയ്തു. ഓക്കെ, നമ്മൾ എക്സിറ്റ് ചെയ്യണു, ട്രിം എടുക്കുന്നു, പവർ ട്രിം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്തത്. പവർ ട്രിം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇതിവിടെ ചെറിയൊരു ലൈൻ വരുന്നുണ്ട് കണ്ടോ. ആ പവർ ട്രിം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈൻ മാത്രം പോകും. ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഇനി നമുക്കിത് റിവോൾവ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സംഭവം തന്നെ വന്നു. നമ്മളൊരു കാര്യം മറന്നു. ഇവിടെ ഫില്ലറ്റ് ഉണ്ട്. ഫില്ലറ്റിൻ്റെ റേഡിയസ് തന്നിട്ടില്ല. നമുക്കൊരു 2 അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. നമുക്ക് റിവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടും സോളിഡിലും നമുക്ക് ഫില്ലറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓക്കെ കൊടുത്തു. 360 ഡിഗ്രി റൊട്ടേഷൻ. മറ്റേ മൗസും ഇല്ലാത്തതുകൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ട്. റൊട്ടേറ്റ് നമ്മൾ കൊടുത്തു. സോ ഇതാണ് നമ്മുടെ ഫ്ലാഞ്ചിൻ്റെ ഒരു ഏരിയ. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ലറ്റ് ചെയ്തിട്ട് നമുക്ക് മറ്റേലേക്ക് പോകാം. ഓക്കെ, ഫില്ലറ്റ് ഈ ഭാഗം മാത്രമാണ് നമ്മൾ ഫില്ലറ്റ് ചെയ്യാനുള്ളത്. 10 mm അല്ല, ഒരു 3 mm കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയേ. ഇത് നമ്മൾ സേവ് ചെയ്യാം. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്പേസിലൊരു ഫോൾഡർ ഉണ്ടാക്കാം. ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെ ഉണ്ടാക്കാം. ഫ്ലാഞ്ച് കപ്ലിംഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ ഷോർട്ട് കട്ട്സ് ഉണ്ട്. QAZ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ
ഈ ഫ്ലാഞ്ചിൽ FLANG അപ്പോഴേ അടിക്കാൻ പോയിട്ട് അമർത്തിക്ക് തന്നെ സ്റ്റോപ്പ് ആവും സ്ക്രീൻ റെക്കോർഡിങ്. അപ്പോൾ ഞാനിത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി പുതിയതൊന്ന് എടുക്കാൻ പോവാണ്. കാരണം നമുക്കിനി അടുത്ത ഫ്ലാഞ്ച് വരയ്ക്കണം അല്ലേ. അപ്പം നമ്മൾ ഫീമെയിൽ പാർട്ടല്ലേ വരച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് നെക്സ്റ്റ് പാർട്ട് വരയ്ക്കാം. ഇത് ഭയങ്കര ഓക്കെ. ഇനി നമ്മൾ റിവോൾവ് തന്നെ എടുക്കാം. റിവോൾവ് എടുത്തിട്ട് ഞാൻ നേരത്തെ ഫ്രണ്ട് പ്ലെയിൻ ആണ് സെലക്ട് ചെയ്തത്. ഇതും ഞാൻ ഫ്രണ്ട് പ്ലെയിൻ തന്നെ സെലക്ട് ചെയ്യുന്നു. ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കുന്നു. സെൻറ്റർ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, സെൻറ്റർ ലൈൻ വരച്ചിട്ട് എക്സിറ്റ് അടിച്ചു. സെക്കൻഡ് കേട്ടോ, ഭയങ്കര സ്ലോ. ഓക്കെ, ദെൻ ഞാൻ വീണ്ടും ഇവിടുന്ന് ലെങ്ത് കൊടുക്കുന്നു. ദെൻ നമുക്കിവിടെ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ 80+5 ആണ്. അപ്പം നമുക്ക് ഡയമെൻഷൻ ചെയ്യുമ്പോൾ 85-നാണ് നമ്മൾ ഡയമെൻഷൻ ചെയ്യേണ്ടത്. ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഈ ലൈനെ പിക്ക് ചെയ്തിട്ട് ഡയമെൻഷൻ ചെയ്യാം. സോ ദിസ് വൺ വിൽ ബി 85 ആൻഡ് 80. ചെറിയൊരു പ്രൊജക്ഷൻ അല്ലേ. നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 85/2 അല്ല ഞാൻ സിമെട്രിക് ആക്കുന്നത്. ഞാൻ 80/2 തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാരണം നമുക്കതൊരു ചെറിയൊരു പ്രൊജക്ഷൻ അങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ 40 തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അതിങ്ങോട്ട് കുറച്ച് ജസ്റ്റ് 5 mm ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ. ഇത് നമുക്ക് നമ്മുടെ ഇത് നമുക്ക് 25 ആണ്. കാരണം നമുക്ക് 50 ആണ് നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഡയമെൻഷൻ. ഇപ്പോൾ ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് ലൈൻ എടുക്കുന്നു. ലൈൻ എടുത്തു. ജസ്റ്റ് നമുക്ക് പോയിന്റിൽ നിന്ന് 8 സെക്കൻഡ്. ഓക്കെ, ജസ്റ്റ് ഇത് 5 mm ആണ്. ഇത് നമുക്ക് മറ്റേ ഇങ്ങോട്ട് വരുന്നത് ഈ ഒരു ഭാഗം. ഓക്കെ, ഞാൻ ഈ റൈറ്റ് സൈഡാണ് വരച്ചത്. എക്സിറ്റ് ചെയ്തു. ഞാൻ ഡയമെൻഷൻ എടുത്തു. ഇത് നമുക്ക് ഇതിൽ നിന്ന് ഈ സെൻറ്റർ പോർഷനിലേക്ക് നമുക്ക് 75/2 ആണ്. സംശയമുണ്ടെങ്കിൽ ഇവിടെ നോക്കാം. 75 ആണ്. 75/2 ആണ്. ഓക്കെ, ദെൻ ഈ ലൈന് ഈ ലൈൻ നമുക്ക് 5 mm ആണ് നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്ത ഏരിയ. ദെൻ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരേക്കും നമുക്ക് ടോട്ടൽ 216 ആണ്. സോ 216/2 നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇത് ഇവിടെ ഫിറ്റ് ടു സ്ക്രീൻ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ഇവിടെ മൗസ് പോയിന്റ് വയ്ക്കുന്നുണ്ടോ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. മീൻസ് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ മൗസ് പാഡ് ആണെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെ എക്സ്റ്റേണൽ മൗസ് ആണെങ്കിൽ കൂളായിരിക്കും വർക്ക് ചെയ്യാൻ. ഓക്കെ, ഇനി ഞാൻ ലൈൻ എടുത്തു. അടുത്ത പോർഷൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഓൾറെഡി നമുക്കറിയാം 100 ആണ്. അപ്പോൾ 100 പറഞ്ഞാൽ 50. ഈ പോയിന്റിൽ നിന്ന് 50 വരും. ദെൻ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ നമുക്ക് വരച്ച് വെക്കാം. നേരത്തെ പോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ദെൻ നമുക്ക് കൈയുടെ ഡയമെൻഷൻ ചെയ്യാം. ഇത് നമുക്കിവിടെ എടുത്തു. 50 ആണ് നമുക്ക് ഇതിൻ്റെ ഇത് വരിക. പിന്നെ നമുക്ക് ഇവിടുന്ന് ഈ രീതിയിൽ നമുക്ക് ഡയമെൻഷൻ ചെയ്ത് പോവാം. ഓക്കെ, നേരത്തെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ലൈൻ വരച്ചു. ഇത് നമ്മൾ വരച്ചു. എസ്കേപ്പ് അടിച്ചു. ഡയമെൻഷൻ ചെയ്യുന്നു. ഇത് നമുക്ക് ടോട്ടൽ ഇവിടെ നിന്ന് 46 ആണ്. ദെൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങ് വരേക്കും നമുക്ക് 200 ആണ്. അപ്പോൾ നമുക്ക് 100 ആണ് വരിക. ഓക്കെ, നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നു. എസ്കേപ്പ് അടിക്കുന്നു. ഈ ടൂൾ എടുക്കുന്നു. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, ദെൻ ഈ ലൈൻ ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യുന്നില്ല. എനിക്ക് ആ ലൈൻ പിന്നെ കണക്ട് ചെയ്ത് വിട്ടാൽ മതിയല്ലോ.
ഞാൻ ഡയമെൻഷൻസ് എടുക്കുന്നു. ഈ ലെങ്ത്ത് നമുക്ക് ഏകദേശം 21 ആണ്. ഓക്കെ, എനിക്കിനി ഇത് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ജസ്റ്റ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, കട്ട് ചെയ്ത് വിടാന്ന് ട്രിം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ലൈൻ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ഈ ലൈൻ പിക്ക് ചെയ്താൽ മതി. ഓക്കെ, കഴിഞ്ഞില്ലേ? നമുക്ക് ഇത് കീയുടെ കട്ട് പിന്നെയാണ്. നമുക്കത് ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവോൾവ് ആവും. അപ്പോൾ ഇത് ഫ്ലാഞ്ച് 2 നമ്മുടെ മെയിൽ പാർട്ടാണ് അല്ലേ, സേവ് ചെയ്യാണ്. ഇത് കട്ടാവും കാരണം പ്രസ് ചെയ്യുമ്പോൾ ഇത് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഓൾറെഡി പ്രസ് ചെയ്തിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത ഷാഫ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഷാഫ്റ്റ് നമുക്ക് ഒന്ന് വരച്ചാൽ മതി. ഷാഫ്റ്റ് ഞാൻ എക്സ്ട്രൂഡാണ് വരയ്ക്കുന്നത്. ഷാഫ്റ്റ് ജസ്റ്റ് ഒരു 50 mm നമുക്ക് ഇപ്പോൾ ഇത് എത്ര ലെങ്ത് 80 അല്ലേ, ഒരു 2 ഷാഫ്റ്റ് നമ്മൾ കണക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ഒരു ഷാഫ്റ്റും ഇവിടെ ഒരു ഷാഫ്റ്റുമാണ്. അപ്പോൾ 80 ആണെങ്കിൽ നമുക്കൊരു 150 mm ലെങ്ത്തിന് ഒരു ഷാഫ്റ്റ് വരയ്ക്കാം. കാരണം ഇത് ഇൻഫിനിറ്റ് ആണ്, ഇത് എത്ര നീളമുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഞാൻ എക്സ്ട്രൂഡ് എടുത്തു. ഞാൻ സൈഡ് പ്ലെയിനിൽ, കാരണം ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ അല്ലേ, അപ്പോൾ ഇത് സർക്കിൾ വരയ്ക്കേണ്ട സൈഡിലാണ്. ഞാൻ ജസ്റ്റ് റൈറ്റ് പ്ലെയിൻ എടുത്ത് വരയ്ക്കുന്നു കേട്ടോ. ഓക്കെ, സെൻറ്റർ പോയിൻ്റ് ഇവിടെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു സർക്കിൾ എടുക്കണം. സിമ്പിളാണ് ഷാഫ്റ്റ് വരയ്ക്കാൻ. ജസ്റ്റ് ഇത് വരയ്ക്കുന്നു. ഇവിടെ തന്നെ നമുക്ക് ഡയമെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് റേഡിയസ് ഉണ്ട്, 25 കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലിയറായി. ഓക്കെ കൊടുക്കുക. നമുക്ക് എങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യണം ചോദിക്കുന്നു. ഞാൻ മിഡ് പ്ലെയിൻ കൊടുക്കുന്നുണ്ട്. അസംബ്ലി ആണുള്ള സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട്. മിഡ് പ്ലെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലെയിനിൻ്റെ പകുതി നമുക്ക് 150 എന്നല്ലേ നമ്മൾ പറഞ്ഞ. ഓക്കെ, 150 mm ലെങ്ത്തിന് നമ്മൾ സെക്കൻഡ് ഇടോ ബ്ലൈൻഡ് ഇല്ല, 150. നമുക്ക് ഒരു ഷാഫ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. കീ വൈസ് നമ്മളിപ്പോൾ ഇടുന്നില്ല. നമ്മൾ ജസ്റ്റ് ഞാൻ അസംബ്ലിങ്ങും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കീ വൈസ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇടാൻ അറിയും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഷാഫ്റ്റ് ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. ഞാൻ പ്രസ് ചെയ്യേണ്ടി വരും. ഷാഫ്റ്റിൽ ഉണ്ട്. അപ്പോൾ ഇത് സ്ക്രീൻ റെക്കോർഡിങ് ക്യാൻസൽ ആവും. എന്നിട്ട് ഞാൻ ആ ബോൾട്ട് ഇടുന്നതിൻ്റെ കേസ് കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബോൾട്ട് നമുക്ക് വരയ്ക്കാം. ജസ്റ്റ് ഒരു ഇത് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത് സേവ് ചെയ്യാം. ഗൈസ്, നമ്മൾ ഇതിലൊരു സംഭവം മറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഹോള് കണ്ടില്ലേ ഈ ബോൾട്ട് ഇടാൻ. ആ ഹോൾ എന്ന് പറഞ്ഞാൽ 25 ആണ്, 16 mm. അപ്പോൾ നമുക്ക് ആ ഹോൾ ഇടാം. ആ ഹോൾ ഇടുമ്പോൾ ഈ പാറ്റേൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് ലീനിയർ, നമ്മൾ സർക്കുലർ പാറ്റേൺ നമുക്ക് ഇവിടെ വരിക. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഹോൾ ഇടാൻ എനിക്ക് ഈ സർഫേസ് പിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഹോൾ ഇടാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്ട്രൂഡ് കട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. എക്സ്ട്രൂഡ് കട്ട് എടുത്തു. ഞാൻ ഈ സർഫേസ് പിക്ക് ചെയ്തു. ഓക്കെ, ഈ സർഫേസ് പിക്ക് ചെയ്തു. അത് ഏത് പ്ലെയിനിലായിരിക്കുന്നത്? റൈറ്റ് പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഞാൻ റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഹോളിൻ്റെ പൊസിഷൻ ഇവിടെ പറയുന്നുണ്ട്. ആ ഹോളിൻ്റെ ഇവിടെ പറയുന്നുണ്ട് 150 mm എന്ന് പറയുന്നുണ്ട്. ഞാനൊരു സിമ്പിളായിട്ട് ഇങ്ങനൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ ഈ സെൻറ്റർ പോയിന്റ് പിക്ക് ചെയ്തിട്ട് സർക്കിൾ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നില്ല, സ്ലോ ആവണം. സർക്കിൾ ഇവിടെ വന്നു തോന്നുന്നു. അത് ഇവിടെ ആയി. ഒറ്റ സെക്കൻഡ് കേട്ടോ. Control Z. Extrude cut.
ഓക്കെ, സർക്കിൾ ടൂൾ എടുക്കാം. സർക്കിൾ ടൂൾ എടുത്തു, പിന്നെ സെൻറ്റർ പിക്ക് ചെയ്തു. ഞാനിവിടെ നിന്നൊരു ലെങ്ത് വരയ്ക്കുന്നു. നമുക്ക് 75 അല്ലേ വരിക, 150 ഇത് വരുമ്പോൾ. ഓക്കെ, ഈ ഒരു പാത്തിലാണ് ആ ഒരു സംഭവം നമുക്ക് ഹോൾസ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അത് നമുക്ക് ഞാൻ ഇതിൽ തന്നെ ഇവിടെ പാറ്റേൺ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഹോൾ ഇട്ടിട്ടും പാറ്റേൺ കാണിച്ചു തരാം. ഓക്കെ, എല്ലാം ഒരേ പ്രൊസീജിയർ തന്നെയാണ്. നമ്മളിവിടെ എനിക്കിനി ഈ ഒരു പോയിന്റിൽ എനിക്ക് സർക്കിള് മീൻസ് ഇത് ചെയ്താൽ മതി. ഓക്കെ, ഇത് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എനിക്കിനി ഇത് ഈ ഒരു ഇതിൽ നമുക്ക് 16 mm ആണ്. സോ 8 mm ആണ് നമ്മുടെ റേഡിയസ്. ഓക്കെ, നമുക്കിനി വേണമെങ്കിൽ ഇവിടെയും സർക്കിൾ വരച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അങ്ങനെ വേണ്ട, ഞാൻ നിങ്ങൾക്ക് പാറ്റേൺ പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഒഴിവാക്കുന്നത്. ഓക്കെ ഓക്കെ, ഇനി ഞാനിത് ഓക്കെ കൊടുക്കുന്നു. പാറ്റേണിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൽ നമുക്ക് 10 mm നമുക്ക് എത്രയാണ് ടോട്ടല് 25 വരുന്നുണ്ട്. 25 വരുമ്പോൾ ജസ്റ്റ് ഞാൻ 26 കൊടുക്കുന്നുണ്ട് കട്ടിന്. ഓക്കെ, 25 കൊടുത്താലും മതി, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇത് കണ്ടല്ലേ, ഇവിടെ ഹോൾ വന്നു. ഇനി നിങ്ങൾക്ക് ഞാൻ പാറ്റേൺ കാണിച്ചു തരാം. സെലക്ട് കൊടുക്കാം. ഇതാണ് ഇവിടെ ലീനിയർ സർക്കുലർ പാറ്റേൺ ഉണ്ട്. അപ്പോൾ ആദ്യം അവർ പറയും എന്ത് ഫീച്ചേഴ്സാണ് നമുക്ക് പാറ്റേൺ ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ പാറ്റേൺ നമ്മൾ കൊടുക്കുന്നത്. സെലക്ട് ചെയ്യാം. ഈ ഒരു സംഭവമാണ് കട്ട് എക്സ്ട്രൂഡാണ് നമ്മൾ പാറ്റേൺ ചെയ്യേണ്ടത്. ഇനി പാരാമീറ്ററിൽ നമുക്ക് ഇവിടെ സെൻറ്റർ കിട്ടുമോ നോക്കട്ടെ. ആ സർക്കിൾ അവിടെ വെക്കണമായിരുന്നു എന്നൊരു സംശയം. ഇതിനൊരു സെൻറ്റർ പോയിന്റ് ഒറിജിൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. പിക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നമുക്ക് ഒറിജിൻ ഈ സർക്കിൾ പിക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫേസ് പിക്ക് ചെയ്തപ്പോൾ ഈ ഒരു ഇതിൽ ഈ ഡിസ്റ്റൻസ് ഇവിടെ സർക്കിൾ സെൻറ്റർ ഉണ്ടല്ലോ, ഈ സെൻറ്റർ പിക്ക് ചെയ്തിട്ട് എത്ര ഹോൾസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 3 ഹോൾസ് മതി. നമുക്ക് ഇപ്പോൾ ഒറ്റ സെക്കൻഡ്, ഇത്ര സ്ലോ ആണ്. 3 മതി. ഓക്കെ, 3 എന്ന് പറയുമ്പോൾ ഇതടക്കമാണ് എണ്ണുന്നത്. അപ്പോൾ നമുക്ക് 4 എണ്ണമാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഡിഗ്രി ഇപ്പോൾ 15 ഡിഗ്രിയുടെ ഗ്യാപ്പിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ 15 ഡിഗ്രിയാണ്. ആ ഡിഗ്രി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഹോൾ സൈഡിലേക്ക് പാറ്റേൺ ആയി കിട്ടും. ഒറ്റ സെക്കൻഡ് കേട്ടോ, സ്ലോ ആയതാ. നമുക്ക് 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഇതിൽ നമുക്കത് കിട്ടി. അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ മാത്രം, ഒരു ഹോള് മാത്രം ഇട്ടാൽ മതി, ബാക്കി എളുപ്പത്തിൽ പാറ്റേൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, അത് ലാപ്പ് സ്ലോ ആയിട്ടാണ് ഈ ഒരു ഇതിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. നമുക്ക് ഇനി ഒന്നിലും കൂടെ ചെയ്യാനുണ്ട്, അത് ഞാൻ മറ്റേൽ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വരയ്ക്കുന്നതിൽ കാണിച്ചു തരാം. ഇത് ഫ്ലാഞ്ച് 2 ആണ്. ഇത് ഫ്ലാഞ്ച് 1ലും കൂടെ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. ഒറ്റ സെക്കൻഡ്. ഓക്കെ, എനിക്കിപ്പോൾ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് റൈറ്റ് പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഈ ഒരു പ്ലെയിനിലാണ് എനിക്ക് വരയ്ക്കേണ്ടത് കേട്ടോ. എക്സ്ട്രോഡ് ഈ ഒരു ഫേസ് ഞാൻ സെലക്ട് ചെയ്യുന്നു.
നമ്മുടെ സമയം ഒരുപാട് പാഴാവാണ് ഈ ഒരു പ്രശ്നം കാരണം. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സർക്കിൾ എടുക്കുന്നു. ഇവിടെ നിന്ന് എനിക്ക് ആ ബേസ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ 69 ആണ്, 75 ഞാൻ കൊടുത്തു, സർക്കിൾ കറക്റ്റ് ചെയ്യുന്നു. ദെൻ വീണ്ടും ഒരു സർക്കിൾ എടുത്തിട്ട് ഈ പോയിന്റിൽ ഞാൻ സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ സെലക്ട് ചെയ്തു. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 8 ആണ്. ദെൻ ദിസ് സർക്കിൾ ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പാറ്റേൺ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സർക്കിൾ ടൂൾ ഞാൻ എക്സിറ്റ് ചെയ്തു. ദെൻ ഈ ലീനിയർ പാറ്റേണിൽ നിന്ന് സർക്കുലർ പാറ്റേൺ, സോ എൻറ്റിറ്റീസ് ടു പാറ്റേൺ, ഈ സർക്കിളാണ് നമുക്ക്. ഇത് ഓൾറെഡി വന്നു കഴിഞ്ഞു, കണ്ടോ. നമുക്കിവിടെ സെൻറ്റർ ഓൾറെഡി ഉണ്ട്. ഞാനിത് പിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ഏതാണോ വേണ്ടത് അത് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു, ഓൾറെഡി വന്നു. സോ ഇനി നമുക്ക് ഇതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സർക്കിൾ വന്നു. നമ്മൾ എക്സ്ട്രൂഡാണ് കൊടുത്തതല്ലേ, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. നോക്കാം നമുക്കിത് എൻറ്റിറ്റീസ് ചെയ്യുമ്പോൾ കട്ടിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. തിൻ ഫീച്ചർ ഡയറക്ഷൻ ടു കട്ട് എന്നുള്ള ഓപ്ഷൻ ഡയറക്റ്റ് സെറ്റ് ആവില്ല. ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യേണ്ടത്, ഞാൻ വരച്ചതെല്ലാം നമുക്ക് ക്യാൻസൽ ആവും. ഓക്കെ, സ്കെച്ച് അവിടെ കിടന്നോട്ടെ. നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി, എക്സ്ട്രൂഡ് കട്ട് സെലക്ട് ചെയ്താൽ മതി. സ്കെച്ച് അവിടെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഈ പ്ലെയിനിൽ ആ സ്കെച്ച് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോറി, അത് ഞാൻ സ്കെച്ച് ചെയ്താവെന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ആ സ്കെച്ചസ് എല്ലാം ഡിലീറ്റ് ചെയ്യട്ടെ. നമുക്ക് ഫസ്റ്റ് തൊട്ട് നമുക്ക് ചെയ്യാം. ഈ സ്കെച്ച് ഡിലീറ്റ് ആയിക്കോട്ടെ. ഓക്കെ, എക്സ്ട്രൂഡ് കട്ട് എടുക്കാം. ഈ പ്ലെയിൻ ഞാൻ സെലക്ട് ചെയ്തു. സർക്കിൾ എടുത്തു. ഭയങ്കര സ്ലോ, ഹീറ്റ് ആവുന്നുണ്ട്. റേഡിയസ് 75. ദെൻ വീണ്ടും ഞാൻ സർക്കിൾ എടുത്തു, റേഡിയസ് 8. ദെൻ ഞാൻ അതിന് എക്സിറ്റ് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു. ദെൻ ഇവിടെ പാറ്റേണിൽ പോയി സർക്കുലർ സ്കെച്ച് പാറ്റേൺ എടുത്തു. ഏതാണോ നമുക്ക് പാറ്റേൺ ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്തു. ഓട്ടോമാറ്റിക്കലി ഇവിടെ തന്നെ വന്നു. സോ ദെൻ എക്സിറ്റ് കൊടുക്കുന്നു, വീണ്ടും എക്സിറ്റ് കൊടുക്കുന്നു. ഇനി ഇത് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. സോ നമുക്കിത് 26 തന്നെ കൊടുക്കാം. ഒരു പുറത്തേക്ക് വരുന്നത് കൊണ്ട് 25 വേണമെങ്കിൽ കൊടുക്കാം, 26 വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ കട്ടായി. നമുക്ക് ഇത് സേവ് ചെയ്യാം. ജസ്റ്റ് സേവ് ബട്ടൺ കൊടുക്കാം. ഓക്കെ, നമുക്കിനി ആ ബോൾട്ടും നട്ടും ഒന്ന് വരയ്ക്കാനുണ്ടല്ലേ. അപ്പോൾ ന്യൂ പാർട്ട്. ഓക്കെ, റെക്കോർഡിങ് ആവുന്നുണ്ടല്ലോ അല്ലേ. അത് നമുക്ക് ബോൾട്ട് എന്ന് പറയുന്നത് 16 mm ഡയമീറ്ററിന്, ത്രെഡൊന്നും ഇപ്പോൾ കൊടുക്കണ്ട, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചെയ്യാം. 16 mm ഡയമീറ്ററിന് 66 mm ലെങ്ത്തിന് ഞാനിപ്പോൾ ഒരു എക്സ്ട്രൂഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഏതെങ്കിലും ഒരു, ഇതിപ്പോൾ ഫ്രണ്ട് റൈറ്റ് നമുക്ക് ആസ് പെർ ദ ഫിഗർ പ്രകാരം നമുക്ക് റൈറ്റ് പ്ലെയിൻ എടുക്കാം. ഓക്കെ, റൈറ്റ് പ്ലെയിൻ വന്നു. ഞാൻ ഇവിടുന്ന് സർക്കിൾ സെലക്ട് ചെയ്തു, അതിൻ്റെ 8 mm റേഡിയസ് കൊടുത്തു, എക്സിറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ പരിപാടി, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് 10 mm അല്ല, നമുക്ക് എത്രയാണ് വരുന്നത്, 66 ആണ്. ബ്ലൈൻഡ് തന്നെ കൊടുത്താൽ മതി, ഇവിടെ ബ്ലൈൻഡ് തന്നെ കൊടുത്താൽ മതി, വേറെ ചെയ്യണ്ട. അത് പറയാൻ കാരണം ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹെക്സഗണൽ ഇതുണ്ടാക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ ഇതിൽ ഓപ്ഷൻസ് നമുക്ക് ഒന്നുകൂടി എക്സ്ട്രൂഡ് എടുക്കുന്നു. ദെൻ ഇതിലേക്ക് പോകണം. ഞാൻ ഈ പ്ലെയിനാണ് സെലക്ട് ചെയ്തത്, റൈറ്റ് പ്ലെയിൻ. ഓക്കെ,
ഈ പ്ലെയിൻ സെലക്ട് ചെയ്തു. ദെൻ നമുക്ക് ഇതിൽ പോയിട്ട് എത്രയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്, നമുക്ക് 6 സൈഡ്സ് നമുക്ക് വേണ്ടതെന്ന് പറയാം. നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അതിൻ്റെ റേഡിയസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല അല്ലേ. നമുക്ക് റേഡിയസ് അത് നമുക്ക് 16 തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ. നമുക്ക് ഡയമീറ്റർ എന്ന് പറയുന്നത് 16 കൊടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അത് പുറത്തേക്കല്ലേ ഉണ്ടാവുക. 20 കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ, ദെൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഞാൻ ഐസോമെട്രിക് വ്യൂ കാണിച്ചു തരാം. അത് നമുക്ക് 12 mm ആണ് നമുക്ക് അതിൻ്റെ ഇത് തന്നിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ 12 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, കൊടുക്കാം. ക്ലിയർ ആയില്ലേ? ഇനി നമ്മളിത് സേവ് ചെയ്യാം. ബോൾഡ്, സോറി, ഞാൻ ന്യൂ പാർട്ട് എടുത്ത് BOLT എന്നോട് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ നെട്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി ഒരു പാർട്ട് കൂടെ ഉണ്ടാക്കുകയാണ്. നെട്ടും സെയിം നമ്മൾ ഇത്ര 20 അല്ലേ കൊടുത്ത് ഹെക്സഗൺ, നമുക്ക് ആ ഹെക്സഗൺ തന്നെ എടുക്കാം. എക്സ്ട്രൂഡ് എടുക്കുന്നു. ഞാൻ ടോപ്പ് ലൈനിൽ ഞാൻ നെട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ടോപ്പ് ലൈൻ വന്നു. ഞാൻ ഈ ഒരു സംഭവം സെൻറ്റർ പിക്ക് ചെയ്തു. ജസ്റ്റ് ഇത് ഞാൻ സെലക്ട് ചെയ്തു. സെക്കൻഡ് കേട്ടോ. സെക്കൻഡ് കേട്ടോ. ഇവിടെ നമ്മൾ 20 കൊടുത്തു. ഓക്കെ, ദെൻ 20 കൊടുത്തിട്ട് ഇവിടെ തന്നെ നമുക്ക് സർക്കിൾ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ വന്നോട്ടെ. ഓക്കെ, ഈ സർക്കിള് അതിൻ്റെ റേഡിയസ് നമുക്ക് 16 അല്ലേ, 8 ആണ് വരിക. സോ ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കട്ടായിട്ട് തന്നെ വരും. കണ്ട, കറക്റ്റ് അതിൽ തന്നെ വന്നു. നമുക്ക് 12 mm തന്നെയല്ലേ തന്നിരിക്കുന്നത്. 12 ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ 12 കൊടുത്തിട്ട് സേവ് ചെയ്യാം. ത്രെഡ് ഇപ്പോൾ വേണ്ട, നിങ്ങൾ കൺഫ്യൂഷൻ ആവും എല്ലാം കൂടെ. അതുകൊണ്ടാണ് ഞാൻ ത്രെഡ് ചെയ്യാത്തത്. കീവേ ഞാൻ ചെയ്യാത്തത്. കീവേ വേറൊരു ടൂൾ വഴിയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്യാത്തത് കൺഫ്യൂഷൻ ആവണ്ട, നിങ്ങൾ ബേസിക് ഇത് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. സേവ് കൊടുക്കാം. നട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിനി ഇത് അസംബിൾ ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ അസംബ്ലി. ഓക്കെ, ഓക്കെ കൊണ്ടുവരുന്നു. ഇവിടെ തന്നെ ഒരു ചോദിച്ചിട്ടുണ്ട് ഏത് കമ്പോണൻറ്റ് വേണം എന്നുള്ളത്. ഫസ്റ്റ് ഞാൻ ഫ്ലാഞ്ചിനെയാണ് സെലക്ട് ചെയ്യണത്. ഫ്ലാഞ്ചിന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇനി അടുത്ത കമ്പോണൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊരു കമ്പോണൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇതാണ് ബേസ് കമ്പോണൻറ്റ് എന്നുള്ളത് വിചാരിക്കാം. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഇൻസേർട്ട് കമ്പോണൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഓക്കെ കുഴപ്പമില്ല, ഫ്ലാഞ്ച് 2നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, ഇനി എനിക്ക് ഇതിനെ മേറ്റ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ മേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിലേക്ക് വരുന്നത്. അപ്പോൾ ആ മേറ്റ്സിലേക്ക് വരാം. ആ മേറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ്, അതിന് മുമ്പ് ഞാനൊരു ഇതും കൂടി ചെയ്തോട്ടെ. 2 സെക്കൻഡ്. ഓക്കെ, ഞാനത് ക്ലിയർ ചെയ്യാൻ പോയത്. അപ്പോൾ നമുക്ക് ഇൻസേർട്ട് കമ്പോണൻറ്റ് ഇവിടെ ഉണ്ട്. ഇൻസേർട്ട് കമ്പോണൻറ്റിൽ നമ്മളിപ്പോൾ വരച്ച പാർട്ടുകൾ ഇവിടെ വരും അല്ലേ. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് മൗസ് പോയിൻ്റർ ഇങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ ഇതിവിടെ വരും. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് ഇപ്പോൾ 2 കമ്പോണൻറ്റിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് അതിനെ മേറ്റ് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് കമ്പോണൻറ്റ് തന്നെ വീണ്ടും വന്നു. 2 ഫ്ലാഞ്ചുകളെ ഞാനിത് ചെയ്യണം. ഓക്കെ, മേറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു പ്രോബ്ലം, ഈ ഒരു മൗസ് ആയതിൻ്റെ ഒരു പ്രോബ്ലമാണ്. നമുക്കിനി റൊട്ടേഷൻ മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുപാട് വേണ്ടി വരും. അപ്പോൾ ഞാനിങ്ങനെ പറ്റാവുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ ഇത് കറക്റ്റ് ഇനി എന്താ മേറ്റ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു ഹോളും കൃത്യമായിട്ട് മേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു രീതിക്ക്
അസംബിൾ ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ വലിയൊരു വെല്ലുവിളിയായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് സെൻട്രൽ ലൈനൊക്കെ കാണുമായിരുന്നു, അതൊന്നും കാണിക്കുന്നില്ല ഇപ്പോൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം, അത് സെൻട്രൽ ലൈൻ ഇല്ലാതെ തന്നെ എങ്ങനെ നമുക്ക് മെയ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള മെയ്റ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, മെയ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ സർക്കിളും ഒന്നിപ്പിക്കാൻ പോകുന്നു. ഇത് കണ്ടോ, ഇത് ആക്ച്വലി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ആയി, അത് അങ്ങനെ വന്ന് ഇതിൽ മെയ്റ്റായി. പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇത് രണ്ടും ജോയിൻ്റ് ആയിട്ടില്ല. അത് ജോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി നമ്മൾ ഇത് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നമ്മൾ ഇതിനെ മൂവ് ചെയ്ത് നോക്കും. കണ്ടില്ലേ, ഇത് ഫിക്സ് ആവണം, അത് മൂവ് ആവാനേ പാടില്ല. ഓക്കെ, അപ്പം അതിലേക്കാണ് നമ്മളിനി വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും മെയ്റ്റ് എടുക്കുന്നു. മെയ്റ്റ് എടുത്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒന്ന്, ഈ സർക്കിളും സെക്കൻഡ് ഇതിൽ വേറെ ഏതോ സെലക്റ്റായി കിടക്കുന്നുണ്ട്, റിമൂവ് കൊടുക്കട്ടെ, ഡിലീറ്റ് കൊടുത്തു. ഇനി ഈ സർക്കിളും ഇവിടെയുള്ള ആ സർക്കിളില്ലേ, ഇതും തമ്മിൽ ഞാൻ മെയ്റ്റ് ചെയ്യാൻ പോകണം. അത് ക്ലിയറായി മെയ്റ്റായി, കറക്റ്റ് ഡയറക്ഷനിലായി. ഇനി ഇതിനെ നമുക്ക് ഇതിൽ നമ്മൾ മൂവ് കമ്പോണൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യില്ല. ഇനി ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ഈ സർക്കിളും ഫിക്സ് ചെയ്തു, ഈ സർക്കിളും ഒരേ ഡയറക്ഷനിലാണെന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഫേസും ഇവിടെയുള്ള ഫേസും, ഓക്കെ സെക്കൻഡ്, ഇതിങ്ങനെ തിരിഞ്ഞു വന്നു. ഓക്കെ, ഞാനിപ്പോൾ ഇപ്പുറത്തുള്ള ഫേസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫേസും തമ്മിൽ ഞാൻ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പോയി യോജിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ, നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഞാൻ ഇവിടെ റൊട്ടേറ്റ് കൊടുത്തപ്പോൾ കറക്റ്റ് ഹോളിൽ കൃത്യമായി അസംബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഫിക്സ് ആയോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യണം. മൂവ് കമ്പോണൻ്റ് കൊടുത്തു, ഞാനിത് ഒന്നിനെ പിടിച്ച് വലിച്ചു, ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് ഫിക്സായി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കമ്പോണൻ്റ് ഞാൻ ഇൻസേർട്ട് ചെയ്യണം. ഞാൻ ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ പോകുമെന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ ഷാഫ്റ്റിനെ ഇൻസേർട്ട് ചെയ്തു. നമുക്ക് 2 ഷാഫ്റ്റ് ഉണ്ട്, ശരി പോട്ടെ, കുഴപ്പമില്ല. റൊട്ടേറ്റ്, ജസ്റ്റ് എനിക്ക് ഈ ഒരു ഭാഗത്താണ് റൊട്ടേറ്റ് ആവേണ്ടത്. ഇനി ഇതിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് വ്യൂ എടുക്കാം. സെക്കൻഡ് സോറി, നമുക്ക് സ്പ്ലിറ്റ് വ്യൂ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്ലെയിൻ എന്നാണ് സ്പ്ലിറ്റ് ആണ്. ഓക്കെ, ഫ്രണ്ട് പ്ലെയിൻ അല്ല, ഇത് ഡിലീറ്റ് ചെയ്യണം. സെക്ഷൻസ് എവിടെയാണ്? ഓക്കെ, വാ, ഈ ഒരു കമ്പോണൻ്റ് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് തരുമോ നോക്കാം. ലെറ്റ്സ് സീ എന്താ വരാന്നുള്ളത്. ഓക്കെ, ഞാൻ എന്തിനാണ് അത് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫേസിൽ നിന്ന് സ്പ്ലിറ്റ് ആവുണ്ടോ നോക്കട്ടെ. ഇല്ല.
എനിക്ക് ആ മൗസില്ലാത്തതാണ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ തന്നെ ഇൻസേർട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. മെയ്റ്റ് എടുത്തു. ദെൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണമല്ലോ. ഞാൻ ഇവിടെ തന്നെ മെയ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടുത്തെ ലെങ്ത്ത് നിങ്ങൾ നോക്കിക്കോ, 80 ആണ്. ഞാൻ ആ 80 സെൻറ്റിമീറ്റർ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സെലക്ട് ചെയ്തു. ദെൻ മീറ്റ് എടുക്കുന്നു. അവിടുത്തെ ഫേസും ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സർക്കിളിൻ്റെ ഫേസും തമ്മിൽ മീറ്റ് ചെയ്യും. ദാറ്റ്സ് ഓൾ. പരിപാടി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ലെങ്ത്ത് പിക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, ലെങ്ത്ത് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഇൻസേർട്ട് കമ്പോണൻ്റ് കൊടുക്കുന്നു. വീണ്ടും ഒരു ഷാഫ്റ്റിനെയും കൂടി ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, മെയ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഇപ്പോൾ ഈ സർക്കിള് അങ്ങോട്ടല്ല ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ എഡ്ജ് സർക്കിൾ ഉണ്ടല്ലോ, ഈ സർക്കിളും ഇതിവിടെ ഈ കാണുന്ന എഡ്ജ് സർക്കിളില്ലേ, ആ സർക്കിളും നമ്മൾ മെയ്റ്റ് ചെയ്ത് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു. ഓക്കെ, സോ ഇനി വേണമെങ്കിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇൻസേർട്ട് ചെയ്തില്ലേ. ഇനി നമുക്ക് ആ ബോൾട്ട് നെറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അസംബ്ലി കഴിഞ്ഞു. നമ്മളിപ്പോൾ വരച്ചതിൻ്റെ അസംബ്ലി കഴിഞ്ഞു. ഇൻസേർട്ട് കമ്പോണൻറ്റ് ബോൾട്ട് നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 4 ബോൾട്ട് ഉണ്ട്. നമുക്ക് 4 ചുമ്മാ ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ബോൾട്ട്, ദെൻ ഇൻസേർട്ട് കമ്പോണൻറ്റ് ബോൾട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏതെങ്കിലും ഡയറക്ഷനിൽ ബോൾട്ട് നമുക്ക് ഇടണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യണു. റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, എനിക്കൊരു ഫേസ് പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം, അങ്ങനെ ചെയ്ത് നോക്കാം. മെയ്റ്റ് എടുത്തു. ഈ സർക്കിളും ഇതിൻ്റെ ഉള്ളിലുള്ള സർക്കിളിൽ കുഞ്ഞ് സർക്കിൾ കിട്ടുമോ നോക്കട്ടെ കേട്ടോ. ശരി, നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ സർക്കിൾ ക്ലിയറായി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഫേസ് സെലക്ട് ചെയ്യും. ഈ ഫേസും ഇവിടെയുള്ള ചെറിയ ഹെക്സഗണൽ ഫേസ് അല്ലേ, ആ സർക്കിൾ കിട്ടിയാലും മതി. കുഞ്ഞ് സർക്കിൾ, ഇവിടെയുള്ള ഒരു ചെറിയ സർക്കിളുണ്ട്. സർക്കിള് മൗസില്ലാത്തതാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. നമുക്കങ്ങനെ കൊടുത്തു കിട്ടില്ല, മെയ്റ്റ് ആവില്ല. ഡിലീറ്റ്. നമുക്ക് ആദ്യം പിക്ക് ചെയ്ത് നോക്കാമല്ലോ, ഒരു മിനിറ്റ്. കുഞ്ഞ് സർക്കിള് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. ഒരു സെക്കൻഡ്, ഞാൻ മെയ്റ്റ് ക്ലോസ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മൂവ് കമ്പോണൻറ്റ്, റൊട്ടേറ്റ് വ്യൂ, മൂവ് കമ്പോണൻറ്റ്. ഇതിങ്ങനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. എന്തായാലും ആ ഇതിലാണ് നിൽക്കുന്നത്, ആ ഒരു സെയിം ഹോളിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, സിമ്പിളായിട്ടുള്ള പരിപാടി ചെയ്യാം. ഇനി അത് തിരിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് അറിയില്ല കേട്ടോ. വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മൗസില്ലാത്ത. ഓക്കെ, ആ ലൈനും ഈ ലൈനും പിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഞാൻ മെയ്റ്റ് കൊടുക്കുന്നു. ഈ സർഫേസ് പിക്ക് ചെയ്യണോ, ഈ സർഫേസ് പിക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള കുഞ്ഞ് സർക്കിൾ കിട്ടുമോ നോക്കാം. ഇല്ല, കിട്ടുന്നില്ല. അപ്പോൾ ഈ ലൈനും
മീറ്റ് ആയാൽ മതി. യെസ്, മീറ്റ് ആയി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അങ്ങനെ നമുക്ക് ഇനി 3 എണ്ണം കൂടെ നമുക്ക് ഇടാനുണ്ട്. അത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് മൂവ് ചെയ്തോട്ടെ. ഒന്ന് ഇത് റൊട്ടേറ്റ് വ്യൂ കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് കേട്ടോ, സെലക്ട് ചെയ്യാം, മേറ്റ് ചെയ്യണം. ഈ സർക്കിളായിട്ട് ഞാൻ മേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് കൊടുക്കണം. ഇത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി, അതാണ് സംഭവിച്ചത്. അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, മോ കമ്പോണൻറ്റ് ഇത് നമുക്കിങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, പുറത്തേക്ക് എടുക്കാൻ നമുക്ക് സാധിക്കും. സെലക്ട് കൊടുത്തു, വീണ്ടും മേറ്റ് എടുത്തു. ഈ ഫേസും ആ ഫേസും ഇവിടെയുള്ള നമ്മുടെ ആ ലൈന് നേരത്തെ പിക്ക് ചെയ്ത ലൈൻ, ആ ലൈന് പിക്ക് ചെയ്ത. ഓക്കെ, ക്ലിയർ ആയില്ലേ? തന്നെ അതേപോലെ നമുക്ക് ഇനിയും 3 എണ്ണം ഉണ്ട്. ഇതെടുക്കുന്നു, ഇതിലേക്ക് കൊണ്ടുപോകണം. ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നുണ്ട്, നമുക്ക് പുറത്തേക്ക് എടുക്കാം. മൂവ് കമ്പോണൻറ്റ്, ഇവിടെയാണോ നോക്കട്ടെ കേട്ടോ. ആളെവിടെ ഇരിക്കണം നോക്കട്ടെ. ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, മൂവ് കമ്പോണൻറ്റ് ഞാൻ ഇവിടെ കൊണ്ടുപോയി ഇതിനെ മാറ്റി ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. സെലക്ട് ചെയ്തു, മേറ്റ് കൊടുത്തു. എത്ര സമയം പോകുന്നത് സ്ലോ ആണ്. പോയിന്റ് പിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊക്കെ ആയി. ഇനി നമുക്കിനി ഇതും കൂടാനുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കിനി എവിടെയാണ് അത് ചെയ്യാനുള്ള നോക്കട്ടെ. ഓക്കെ, ഇവിടെയാണ്. മേറ്റ് കൊടുത്തു, ഈ സർക്കിളുമാണ്. ഓക്കെ, അത് നമുക്ക് മറ്റേതുപോലെ സംഭവിച്ചു. മൂവ് കമ്പോണൻറ്റ്, ഓക്കെ, വീണ്ടും മേറ്റ് കൊടുത്തു. ഈ പോയിന്റും ഈ സർഫേസും. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? ഇത് നമുക്ക് കംപ്ലീറ്റ് നട്ട് ഇടേണ്ടത്. അപ്പോൾ നട്ടിടാൻ നമ്മൾ അതിന് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കാം. റൊട്ടേറ്റ് കൊടുത്തു. ഓക്കെ, നട്ടാണ്. ഓക്കെ, മേറ്റ് കൊടുക്കണം. മേറ്റ് കൊടുക്കുമ്പോൾ നട്ടിൻ്റെ ഉള്ളിലുള്ള ഈ ഫേസും പുറത്തുള്ള ഈ ഫേസും തമ്മിൽ നമ്മൾ മാച്ച് ചെയ്യിക്കണം. ക്ലിയർ ആയില്ലേ? അത് ഉള്ളിലുണ്ട്, അത് നമ്മൾ പുറത്തേക്ക് എടുക്കണം. ഓക്കെ, ഓക്കെ, മൂവ് കമ്പോണൻറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എവിടെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. റൊട്ടേറ്റ് വ്യൂ, ആളിതിൻ്റെ ഉള്ളിലുണ്ട്. സെക്കൻഡ്,
ഇവിടെ എവിടെയും ഇല്ല. ഞാൻ അത് ഡിലീറ്റ് ചെയ്യട്ടെ, ഒന്നുകൂടി ഞാൻ മേറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ നട്ടിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. നട്ട് ഇവിടെ ഓക്കെ. നമ്മൾ ടൈം മൊത്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്ലോ ആണ് സിസ്റ്റം. റൊട്ടേറ്റ് വ്യൂ. ഞാൻ വേറൊരു രീതിയിൽ മേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഈ സർഫേസ് ഇല്ലേ, ഈ നട്ടിൻ്റെ ഈ കുഞ്ഞ് സർഫേസ്, ഒറ്റ സെക്കൻഡ് കേട്ടോ. ഓക്കെ, ഈ ലെങ്ത്തും ഈ സർഫേസും നമ്മൾ മേറ്റ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ആ ഉള്ളിൽ പോകുന്ന ഒരു പ്രോബ്ലം വരില്ല. ഇനി ഇതും ഈ സർഫേസും നമ്മൾ മേറ്റ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അടുത്ത ഇൻസേർട്ട് കമ്പോണൻറ്റ് നട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മേറ്റ് ചെയ്യാം കേട്ടോ. എന്ത് വേണമെങ്കിലും ക്യാപ്ചർ ചെയ്തുകൊണ്ട് നമുക്ക് മേറ്റ് ചെയ്യാൻ പറ്റും. ഏത് പോയിൻ്റ്, ഏത് ലൈന്, ഏത് പ്ലെയിന്. ഞാൻ പ്ലെയിന് പിക്ക് ചെയ്തില്ല, ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടാതുകൊണ്ട് പ്ലെയിൻസ് പിക്ക് ചെയ്തിട്ടില്ല. പ്ലെയിനെല്ലാം നമ്മൾ ഡിസേബിൾഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പോയിൻറ്റും ഈ സർഫേസും ഞാൻ പിക്ക് ചെയ്യണം. അത് ഇവിടെ എവിടെയോ കയറി നിൽക്കുന്നുണ്ട്. റൊട്ടേറ്റ്. സ്ലോ ആണ്, ഒരു സെക്കൻഡ് കേട്ടോ. ഇതെവിടെ ഇരിക്കേണ്ടത്? ശരിക്കും പിക്ക് ചെയ്തില്ല. ഒരു സെക്കൻഡ്. മേറ്റ് എടുത്തു. ഈ ഫേസ് അല്ല, ഡിലീറ്റ്. ഓക്കെ, ഇതും ഈ ഫേസും തമ്മിൽ പിക്ക് ചെയ്യണം. ഒറ്റ സെക്കൻഡ് കേട്ടോ. അത് ഓൾറെഡി വേറെ എവിടെ ഒരു മേറ്റ് എടുക്കുന്നുണ്ട്. ഡിലീറ്റ് ചെയ്തോളാം. ഇൻസേർട്ട് കമ്പോണൻറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ നട്ടുണ്ട്. ഈ നട്ടിനെ ഞാൻ മേറ്റ് ചെയ്യിക്കുന്നു. മേറ്റ് ചെയ്യണോ ഇതും ഈ സർഫേസും. ഓക്കെ, ഇനി ഞാൻ അടുത്ത മേറ്റ് എടുക്കണം. അത് അതിൽ റൈറ്റിക്ക് കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതെടുക്കുന്നു, എടുക്കുന്നു. ഇൻസേർട്ട് കമ്പോണൻറ്റ് നട്ട് എടുക്കുന്നു, മേറ്റ് എടുക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പോകണം. സെലക്ട് ചെയ്യണോ. അത് വന്നു. ഓക്കെ, ഇനി അടുത്തത് ഒരു നെട്ടും കൂടെ ഉണ്ട്. ഇൻസേർട്ട് കമ്പോണൻറ്റ്സ് നെറ്റ് നമ്മൾ എടുക്കുന്നു, മേറ്റ് എടുക്കണു. ഓഹ്, പിക്ക് ചെയ്ത് മാറിപ്പോയി. സെക്കൻഡ് കേട്ടോ.
ലൈൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഓക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ സർക്കിൾ പിക്ക് ചെയ്യണം. ഇവിടെയുള്ള സർക്കിളിനെ പിക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് ഫ്ലാഞ്ചഡ് കപ്ലിംഗ് അസംബിൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഇത്. നമുക്കിനി കീയും മറ്റൊക്കെ ഇടാൻ നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഇതോടുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫ്ലാഞ്ചഡ് കപ്ലിംഗ് എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്നിട്ട് സേവ് ചെയ്യുക, അസംബ്ലി ആയിട്ട് സേവ് ചെയ്യുക. നമുക്ക് ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ അസംബ്ലി, ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ, അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കട്ടാവാതെ കിട്ടുമല്ലോ. ഫ്ലാഞ്ച് ഡോട്ട് അസംബ്ലി. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുക. നമ്മളെ റെക്കോർഡ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ചതിന് നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡ് ഒട്ടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.